ഹലോ, ഇന്നത്തെ നമ്മുടെ പത്രമാറ്റ് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് പോകാം. നല്ല വമ്പൻ ട്വിസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോയിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ അനിയുടെ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വേണുവിനും കുടുംബത്തിനുമായിട്ട് മൊത്തം 10 കോടി രൂപ കൊടുക്കാം എന്ന രീതിയിലാണ് അവർ ചർച്ച ചെയ്ത് പറഞ്ഞിരിക്കുന്ന വക്കീൽ വഴി. അപ്പോൾ എല്ലാവരുടെ അടുത്തും കൂടെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളാരും തന്നെ ഈ കേസുമായിട്ട് ഇനി ബന്ധപ്പെടേണ്ട, ഞാനത് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് പോലെ ചെയ്തേക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ മുത്തശ്ശൻ അവരുടെ വക്കീലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷേ ഇത് ദേവയാനിക്കും നമ്മുടെ അജയനും വിജയനൊന്നും തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതറിഞ്ഞിട്ട് അനി പറയുന്നുണ്ട്, ഇന്ന് ഞാൻ അവൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പോയിട്ട് ഇന്ന് അവനെ അടിച്ച് നിരത്തും ആദർശേട്ടാന്ന്. നീ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, എന്തായാലും മുത്തശ്ശൻ അവിടെ പോയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ നയനയും സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനി 10 ആണോ 20 ആണോ വാങ്ങുന്നതെന്ന് കണ്ടറിയാം. എന്നാൽ ഞാൻ ഇന്ന് അവനെ വീട്ടിൽ കയറി കുത്തി കീറും ആദർശേട്ടാ. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ കാരണമല്ല മുത്തശ്ശൻ ഇത്രയും വലിയൊരു മനുഷ്യൻ അവരുടെ മുമ്പിൽ, അതും ഒരു യോഗ്യതയില്ലാത്തവരുടെ മുമ്പിൽ ചെന്ന് തല കുനിക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ ആദർശൻ നയനയും പറയും, ഇനിയെങ്കിലും നീ ഒന്ന് ഓർക്കണം, ഇതുപോലെയുള്ള കേസുകളിൽ നമ്മളെ കുടുംബത്തിൽ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അനി പറയുന്നുണ്ട്, ആദർശേട്ടാ നമ്മുടെ മുത്തശ്ശനെ കുറിച്ച് അത്രയും മോശമായിട്ട് പറയുമ്പോൾ എങ്ങനെയായിട്ടാ കേട്ട് നിൽക്കുന്നത്? ആദർശേട്ടനാണെങ്കിൽ കേട്ട് നിൽക്കുമെന്ന് ചോദിച്ചു. എടാ കേട്ട് നിൽക്കുകയല്ല, ഒരു പെണ്ണാണെങ്കിൽ ഞാൻ രണ്ടാമതൊന്നും ആലോചിക്കും. അപ്പോൾ നയന പറയുന്നത് അതൊക്കെ ഇപ്പോൾ പറയും, ആദർശേട്ടനാണെങ്കിലും ഇത് തന്നെ ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ അനാമികയും കുടുംബം ഇതുപോലെ നമ്മളെ പ്രലോഭിപ്പിക്കാനായിട്ട് നടക്കുന്നവരാണ്. കാരണം അവർക്ക് അതുവഴി പൈസ ഉണ്ടാക്കുക. അപ്പോൾ അത് എപ്പോഴും നമ്മളെ മനസ്സിൽ ചിന്ത വേണം അനി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും മുത്തശ്ശൻ പോയിട്ട് വരട്ടെടാ, ആ പൈസ കൊണ്ട് അവനെ ഒന്ന് ജീവിക്കാൻ ഞാൻ വിടുന്നില്ല, നമുക്ക് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം നയന ചോദിക്കുന്നുണ്ട്, അപ്പോൾ എന്താ അവൻ്റെ അടുത്ത് പോയി ഇനി അവനെ കുത്തി കീറാൻ വേണ്ടി നിൽക്കണോ? ആ മുത്തശ്ശൻ വരട്ടെ എന്തായാലും എന്ന് പറഞ്ഞിട്ട് ആദർശ് പോവാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ജലജയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഓരോരുത്തരും ഓരോന്ന് കാണിച്ച് കൂട്ടിയതിന് എത്ര രൂപയാണ് കളയണേ. നമ്മളെന്തെങ്കിലും പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ? കാരണം ജലജയ്ക്ക് സഹിക്കാൻ പറ്റും. 1-2 കോടിയാണോ 10 കോടിയല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി നയനയാണ്, മൂത്ത മരുമോളാണ്, നിങ്ങളെ തന്നെയാണ് ഇതിനെല്ലാം കാരണം. എൻ്റെ മരുമോൾ ഇവിടെ വന്നതിന് ശേഷം ഈ പാലിൻ്റെ കേസൊക്കെ വന്ന് അവളെ ഒറ്റപ്പെടുത്തി ഈ കുടുംബത്തെ മാറ്റി നിർത്തിയതൊക്കെ ഇവളൊരുത്തി കാരണമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവയാനിക്ക് അങ്ങോട്ട് ദേഷ്യം പറഞ്ഞത്, നീ വാട ചിന്നി നിന്നില്ലെങ്കിൽ ജാനകി നിൻ്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കും. ഏട്ടത്തി അടിച്ചോളൂ, അടിച്ചാലും ഞാൻ കൊള്ളും, എങ്കിലും പറയാനുള്ള കാര്യം ഞാൻ എന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. ഇപ്പം മുത്തശ്ശൻ പോയി വരുമ്പോൾ എന്താ അവിടെ നടന്നത്, ഇനി എന്തൊക്കെയായി എന്നുള്ളത് അറിയാം. എന്താവാനാണ്? ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമൊന്നുമല്ല, അവർക്ക് കോടികളുണ്ടല്ലോ. ഇപ്പം നീ ആദർശ് എന്നെ കല്യാണത്തിന് മുന്നേ ഇത്രയും ഒരു ചീത്തപ്പേരുണ്ടാക്കി വെച്ചു, ഇവിടെ എന്ത് കുലുക്ക, അതുകൊണ്ട് അതൊന്നും പറയണ്ട. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ജലജ നീ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കേണ്ട, നീ വാടച്ചു വെച്ചോളൂ എന്നിങ്ങനെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ വക്കീലിൻ്റെ അടുത്ത് നമ്മുടെ വേണു ചെന്നൊക്കെയാണ്. വേണു ചെന്നിട്ട് അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ച് നമുക്കൊരു 20 കോടി ചോദിക്കണം. ചോദിച്ചിട്ട് 5 കോടി വക്കീലിനും ബാക്കി 15 കോടി വേണുവിനും നോക്കുവാണ്. അപ്പോൾ അങ്ങനെയാണ് തീരുമാനിച്ചു വെച്ചേക്കുന്നത്. എന്തായാലും വക്കീൽ പറയുന്നുണ്ട്, എടോ മൂർത്തി വരുമ്പോൾ താൻ ചോദിച്ചോളാം, കാര്യം ഞാൻ ക്ലബിലും വെച്ചൊക്കെ മറ്റ് കാണുന്നതാണ്, അപ്പോൾ ഇനിയും കാണാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് താനൊന്ന് ചോദിച്ചോളാം, എനിക്കത് കുഴപ്പമില്ല എന്ന് വേണു പറയുന്നുണ്ട്. എൻ്റെ മോളുടെ കാരണത്താണ് അവൻ അടിച്ചത്, ഇത് ഇങ്ങനെയൊന്നും ഞാൻ ഒതുക്കി തീർക്കാൻ ഉദ്ദേശിച്ച ആളൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വേണു വലിയ വെയിറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മൂർത്തി കടന്നു വരികയാണ്. അപ്പം മൂർത്തി കയറി വന്നതും വേണു അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വക്കീൽ എഴുന്നേറ്റ് സാറ് വരൂ ഇരിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇരിക്കുന്നില്ല, ഇരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആളിൻ്റെ യോഗ്യതയും കൂടെ നോക്കി വേണ്ടേ നമ്മൾ ഇരിക്കാനെന്ന് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേണു കുറേ ഡയലോഗ് മാസം അടിക്കുകയാണ്. അതെ, ഈ രീതിയിലൊന്നും ഒതുക്കി തീർക്കാൻ വിചാരിച്ചതൊന്നും അല്ല, പിന്നെ നിങ്ങളുടെ മോനെ ജയിലിൽ കയറ്റണമെന്ന്
തന്നെയായിരുന്നു എൻ്റെ മോളുടെ വാശി. ഞാൻ പറഞ്ഞ് സമ്മതിച്ചത് കൊണ്ടാണ് അവളിപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനെയെങ്കിലും ആക്കുന്നത്. ഇത്രയും പബ്ലിക്കായിട്ട് എൻ്റെ മോളുടെ കരണത്തടിച്ചിട്ട് അവൻ ഇന്ന് ജയിലിൽ കയറ്റാണ്ടിരിക്കണത് എന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ നിങ്ങളുടെ വീട്ടുകാരും മറ്റും വന്ന് ഞങ്ങളുടെ കാലയെ പിടിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറായത്. എന്തായാലും 10 കോടിയിലൊന്നും ഒതുങ്ങൂല സാറേ. കാര്യം എൻ്റെ മോളുടെ ആ ജീവിതം ഇനി വലിച്ചു കീറി ഇതുപോലെ ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത്? മൂർത്തി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് 10 15 ഒന്നും തന്നാൽ പോരാ, 20 കോടി രൂപ തരണമെന്ന് വേണു പറയണേ. ആയിക്കോട്ടെ, എന്തായാലും ഞാൻ ചെക്ക് എഴുതിയിട്ടില്ല, ചെക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 20 കോടി. പക്ഷേ ഈ 20 കോടി കൊണ്ട് ഈ കേസ് പിൻവലിച്ചിരിക്കണം. അത് ഞാൻ ഏറ്റു സാറേ. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാക്ക് പറഞ്ഞ വാക്കാണ്, നമുക്ക് അങ്ങനെ നെറുകേട് കാണിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വേണു സംസാരിക്കുകയാണ്. ശരി, അപ്പോൾ വക്കീലെ നിങ്ങളെ സാക്ഷി നിർത്തിയാണ് ഞാൻ ഈ 20 കോടി കൊടുക്കാൻ പോകുന്നത്. ആ സമയത്ത് നമ്മുടെ അനാമികേനെയും അമ്മേനെയും വീട്ടിൽ കാണിക്കുകയാണ്. അമ്മേ, അച്ഛന് എന്തായാലും 20 കോടി ചോദിക്കുമായിരിക്കും അല്ലേ, ഒരു 15എങ്കിലും കിട്ടുമായിരിക്കും. എന്താ സന്തോഷം അമ്മയുടെയും മോളുടെയും. അയ്യോ, പറയാനുണ്ടോ, 20 കോടി രൂപ. ഈ കടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നിട്ട് 20 കോടി രൂപയെന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? മനസ്സിൽ ചിന്തിക്കാൻ പോലും വയ്യ, അത്ര സന്തോഷമാണ് അനാമികയ്ക്കും അമ്മയ്ക്കും. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, ആയിക്കോട്ടെ സാറേ, നമ്മളങ്ങനെ ഞാനൊരു വക്കീലല്ല, അങ്ങനെ സാറേ എന്തായാലും ധൈര്യമായിട്ട് കൊടുത്തോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേണു സന്തോഷത്തോടു കൂടെ കുറേ മാസം ഡയലോഗൊക്കെ അതിൻ്റെ ഇടയിൽ അടിക്കുന്നുണ്ട് കേട്ടോ. അവരെ കുടുംബക്കാരെക്കുറിച്ചും അനിയെക്കുറിച്ചും ഒക്കെ അടിക്കുന്നുണ്ട്. എന്നിട്ട് വേണു എഴുന്നേറ്റ് നേരെ മൂർത്തി മുത്തശ്ശൻ നിൽക്കുന്നതിൻ്റെ നേരെ ചെന്ന് നിൽക്കുകയാണ്. സാർ എന്തായാലും ചെക്ക് തന്നേക്കൂ, 20 കോടിയുടെ ചെക്ക് തന്നേക്കൂ. അപ്പോൾ വക്കീലെ ഞാൻ സാക്ഷിയായിട്ട് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ മൂർത്തി മുത്തശ്ശൻ കൈ എടുത്തിട്ട് ഒരൊറ്റ കീറ് വേണുവിൻ്റെ കരടം നോക്കി ഒന്ന് കൊടുക്കണം കേട്ടോ. തേനീച്ച പറന്നു എന്ന് പറഞ്ഞാലും പറ്റില്ല, തല കിറങ്ങി ദേ കിടക്കണു വീണു. ആ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. 20 കോടി വാങ്ങാൻ പോയതാണ്, അണപ്പല്ലിളകി. ആ രീതിക്ക് ഒരു കീറങ്ങ് കൊടുക്കുകയാണ് മുത്തശ്ശൻ വേണുവിനിട്ട്. അപ്പോൾ വക്കീൽ അങ്ങോട്ട് ചാടി എഴുന്നേക്ക്, ഇതെന്താണിത്? അപ്പോൾ പറഞ്ഞു, എടോ അനന്തപുരി തറവാട്ടുകാരെ അന്തസ്സുള്ളവരാ, അങ്ങനെ ഒരുത്തൻ്റെ മുമ്പിലും തല കുനിക്കില്ല, തല കുനിക്കേണ്ടവരെ മുമ്പിൽ തല കുനിക്കുക, അല്ലാണ്ട് നിന്നെപ്പോലെയുള്ള ഒരുത്തൻ്റെ അല്ല. നീ എന്താ വിചാരിച്ച ഈ കേസ് ആദ്യമേ ഞാനുള്ള സമയത്താണെങ്കിൽ എൻ്റെ കൊച്ചുമകൻ ഇന്ന് സ്റ്റേഷനിൽ പോലും കയറൂലായിരുന്നു. അത് നിനക്കറിയോ? വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു, താൻ വക്കീലിൻ്റെ പണി ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വക്കീലിനിട്ട് അങ്ങോട്ട് പൊരിക്കുകയാണ്. മൂർത്തി നല്ല രീതിക്ക് വേണുവിനിട്ട് കൊടുത്തു. വേണുവിന് തല കിളി പറന്ന അവസ്ഥയാണ്. എന്താ പറയണതെന്നോ അല്ലെങ്കിൽ എന്താ അവിടെ നടന്നതെന്നോ ഒന്നും മനസ്സിലാവണ്ട, മരവിച്ച് നിൽക്കുന്ന അവസ്ഥ. എന്നിട്ട് പറഞ്ഞു, ചെക്ക് തരാനല്ലേ വന്നത്, എൻ്റെ 5 കൈയുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എനിക്ക് നിൻ്റെ കവളത്ത് വീണിട്ടുണ്ട്, നിൻ്റെ മോക്കല്ലേ തന്നിട്ടുള്ളൂ, ഇപ്പം നിനക്കും കൂടെ തന്നിട്ടുണ്ട്, നീ കേസ് വാദിച്ചോളാം. വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇതും കൂടെ ചേർത്ത് കേസ് അങ്ങ് കൊടുത്തോളാൻ പറയുന്നുണ്ട്. എൻ്റെ മൂർത്തി കുറേ ഡയലോഗ് അങ്ങ് അടിക്കുകയാണ്. അനന്തപുരി തറവാട്ടുകാരെ കുറിച്ച് നീ എന്താ കരുതിയത്? നീ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നീ ചോദിക്കുമ്പോൾ പൈസ അങ്ങ് എടുത്ത് തരുമെന്ന് വിചാരിച്ചോ? കൊടുക്കേണ്ടതും ചെയ്യേണ്ടതും എന്താണെന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് എന്നിങ്ങനെ മൂർത്തി മുത്തശ്ശൻ പറയുന്നുണ്ട്. 2 പേരുടെയും കിളി പോയി. വക്കീലും വലിയ പ്രതീക്ഷയോടെ 20 കോടി കിട്ടുന്ന 5 കോടി തനിക്ക്, ആ സന്തോഷത്തിലാണ് വക്കീലും ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളി ട്വിസ്റ്റായിരുന്നു അവിടെ നടന്നത്. ഇത് പറഞ്ഞ് കുറേ ഡയലോഗും അടിച്ചിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് നേരെ അവിടെ അനന്തപുരി തറവാട്ടിൽ എല്ലാവരും നിൽക്കുകയാണ്. ജലജയും ജാനകിയും ദേവ്യാനിയും ആദർശും നയനയൊക്കെ നിൽക്കുകയാണ്. അപ്പം കാണാൻ മുത്തശ്ശൻ വന്നു. അപ്പം മുത്തശ്ശൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ പോയ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ ചെന്നപ്പോൾ അവനല്ലേ അവൻ 10 എന്നുള്ളത് 20 കോടിയാക്കി. 20 കോടിയോ? എന്നിട്ട് അത് കൊടുത്തു വച്ചാന്ന് ദേവയാനി ചോദിച്ചു. അപ്പോൾ കൊടുക്കാണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറഞ്ഞു, എന്തായാലും ഇതോടുകൂടി ആ കേസ് പിൻവലിച്ചേക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങളാരും ഇനി ഇടപെടേണ്ട, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശകത്ത് കയറി പോകണം. അപ്പോൾ അജയനും ജയനും ദേവയാനിക്കൊക്കെ ആകെ സങ്കടം. കാര്യം എന്ന് വെച്ചാൽ അവനെ പോലെയുള്ള ഒരുത്തൻ്റെ മുമ്പിൽ അച്ഛനെ വിട്ടതും ശരിയായില്ല. അച്ഛൻ പോയി 20 കോടി കൊടുത്തു, പക്ഷേ ഇതുകൊണ്ടൊന്നും അവൻ അടങ്ങില്ല. ഇനി അവൻ ഇതിൻ്റെ പിന്നിൽ അടുത്ത കളി കളിക്കും എന്നിങ്ങനെ അജയനും നമ്മുടെ ജയനും ഒക്കെ പറയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, നമുക്ക് ഇവൻ്റെ ഈ നാട്ടിലുള്ള കുറേ ഇവൻ കടം വാങ്ങിയവരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് പിടിച്ചെടുത്തിട്ട് ഇവനെ ഒന്ന് ഇളക്കി വിട്ട് ഇവനെ കൊടുക്കണ്ടേ അജയാന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയുന്നുണ്ട്, ഇപ്പം തന്നെ അവന് കിട്ടിയ പൈസ കൊടുത്ത് അവൻ കടങ്ങളെല്ലാം വീട്ടിൽ കാണില്ലേ ഏട്ടാ, ഇനിയിപ്പോൾ എന്ത് കൊടുക്കാനാണ്, ഇനി ആ വഴിക്കൊന്നും പോകണ്ട, നമുക്ക് മിണ്ടാതിരിക്കണേ നല്ലതെന്ന്
പറയുന്നുണ്ട്. നീ എന്താ ഈ പറയുന്നത്, മിണ്ടാതിരിക്കാനോ, അവനേക്ക് അങ്ങനെ അങ്ങ് ജീവിക്കാൻ വിട്ടല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ പൈസ കൊണ്ട് അവനൊക്കെ എന്ത് ജീവിക്കാനായിട്ടാ, അതൊന്നുമില്ല, ആ പൈസയൊന്നും അവനൊന്നും ഉതകില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേണു വീട്ടിലെത്തുകയാണ്. അപ്പോൾ അമ്മയ്ക്കും മോക്കും വലിയ സന്തോഷത്തോടെ എന്താ അയച്ചാൽ 20 കോടി കിട്ടിയോ, 20 കോടിയല്ല അതേ കരണത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം. നോക്കിയപ്പോൾ മുഖം അങ്ങോട്ട് ചുവന്നിരിക്കണം. എന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അയാൾ വെറും മൂശാട്ടടി മോളെ, എൻ്റെ കരണം അടിച്ചു പൊളിച്ചു, 1 രൂപ പോലും തന്നതുമില്ല, അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പിന്നെ വക്കീൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം ക്യാമറയിൽ, ആ വക്കീൽ ഇരുന്ന റൂമിൽ ക്യാമറ തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നല്ല രീതിക്ക് കേസിന് നമുക്ക് പോകാമെന്ന്. വക്കീലിനും ഒരു വല്ലായ്മയായിപ്പോയി. അങ്ങനെ വക്കീലിൻ്റെ മുമ്പിൽ വെച്ചെങ്കിൽ ഒരു കേസ് അങ്ങനെ അങ്ങ് ആയതില്ല. അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ട് വേണു പറഞ്ഞു. അപ്പോൾ നമ്മുടെ അനാമികയ്ക്കും അമ്മയ്ക്കും വലിയ സങ്കടമായി. കാരണം ഇത്രയും പ്രതീക്ഷയോടെ പോയിട്ട് അച്ഛനെ തല്ലുകയാണല്ലോ മോളെ ചെയ്തത്. എൻ്റെ വേണു പറഞ്ഞു, ഞാനൊന്ന് കിടക്കട്ടെ, എനിക്ക് തലവേദന എടുക്കുന്നു, അണപ്പല്ലു ഇളകിയിട്ടുണ്ടെന്നാണ് തോന്നുന്ന മോളെ എന്ന് പറഞ്ഞിട്ട് വേണു അകത്തുപോയി കിടക്കുകയാണ്. അപ്പോൾ അനാമികയും അമ്മയും കൂടെ പറഞ്ഞു. അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, ഇനി പ്രതീക്ഷകളൊന്നും എനിക്കില്ല മോളെ, 1 രൂപ പോലും കിട്ടില്ലെന്നാണ് തോന്നുന്നു. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മ കരിനാക്കെടുത്ത് വളയ്ക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ അബി അനാമികേനെ വിളിക്കണം. കോളടിച്ചല്ലോടി മോളെ, നിനക്ക് 10 ചോദിച്ചു 20 കിട്ടി, എന്താ കളിയാക്കാനാണോ അബിയേട്ട വിളിച്ചത്? കളിയാക്കാനോ? അതെന്താ മോളെ, നിനക്കൊരു സന്തോഷമില്ലാത്ത 20 കോടി കിട്ടിയിട്ട് അബിയേട്ടൻ എന്താ പറയണത്? ഇവിടെ നടന്ന എന്താ? നിങ്ങളുടെ മുത്തശ്ശൻ വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ കരണം അടിച്ച് പൊളിക്കുകയും ചെയ്തു, അല്ലാണ്ട് 10 കൊടുത്തില്ല 20 കൊടുത്തില്ല, ഞങ്ങളിതുകൊണ്ടൊന്നും തൃപ്തിപ്പെടുന്നു, നോക്കിയോ നിങ്ങളെ കോടതി കയറ്റും എന്നുള്ള രീതിയിലേക്ക് അനാമിക സങ്കടം കൊണ്ട് പറയണം. അബി ഇത് കേട്ട് ഞെട്ടാണ്. അപ്പം മുത്തശ്ശൻ വന്നിട്ട് ഇവിടെ പറഞ്ഞത് 20 കോടി കൊടുത്തു എന്നാണല്ലോ, 20 കോടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അനാമിക പറയുന്ന സീനോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ്. അപ്പം നല്ല അടിപൊളി ട്വിസ്റ്റ് എപ്പിസോഡാണ് ഇന്ന് നടന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പ്രൊമോ ഒന്ന് കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.